ത്രിയേക ദൈവത്തിന് സ്തുതി. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, എന്താണ് നോമ്പ്? അൻപ് നിറയുന്നത് നോമ്പാ. വമ്പ് കുറയുന്നതും നോമ്പാണ്. ഒപ്പം കൊമ്പ് മുറിയുന്നതും നോമ്പാണ്. അനുഗ്രഹീതമായ 50 നോമ്പിൻ്റെ വിശുദ്ധ വിരുന്ന് എന്ന ധ്യാന വിചാരങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നോമ്പ് കേവലം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഭക്ഷണകാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നത് മാത്രമല്ലല്ലോ, മനസ്സിൻ്റെ മനോഹര ഭാവങ്ങളെ വീണ്ടെടുക്കാൻ, ജീവിതത്തിൻ്റെ വിശുദ്ധിയെ തിരികെ പിടിക്കാൻ, ആത്മാവിൻ്റെ ചൈതന്യത്തെ കൂടുതൽ പ്രോജ്വലമാക്കി തീർക്കാനുള്ള അനുഗ്രഹീതമായ ദിവസങ്ങളാണ് നോമ്പ്. നമ്മുടെ ജീവിതത്തിൽ അൻപ് അഥവാ കാരുണ്യം കൊണ്ട് നിറയാൻ കാരണമായി തീരണം. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ, വമ്പ് നിറഞ്ഞ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കി തീർക്കാൻ സഹായകരമായി മാറണം. ഒപ്പം ഞാൻ ഏതോ കൊമ്പത്തുള്ള ആളാണ്, മറ്റുള്ളവരൊക്കെ എൻ്റെ താഴെ മാത്രമാണെന്നുള്ള വികല മനോഭാവത്തെ മറികടക്കാനുള്ള അവസരവുമായിട്ട് മാറ്റപ്പെടും. ആധുനിക ലോകം ഒരു ഡിജിറ്റൽ ലോകമാണെന്ന് നമുക്കറിയാം. ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ടച്ച് സ്ക്രീനിനും മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷനുമൊക്കെ മാത്രം കീഴ്പ്പെട്ട് കഴിയുമ്പോൾ ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ്, ഒരു ആത്മീക വനവാസം ഈ നോമ്പ് നമ്മെ ക്ഷണിക്കുകയാണ്. ടച്ച് സ്ക്രീൻ മാത്രമല്ല, മനുഷ്യൻ്റെ ടച്ച് സ്കിൻ കൂടെ നമുക്ക് ആവശ്യമാണ്. വിരൽത്തുമ്പിലെ ലോകം മാത്രമല്ല, വീട്ടിലുള്ള മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ ലോകം കൂടെ നമുക്ക് ചേർത്ത് പിടിക്കാം. ആയതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. 3 കാര്യങ്ങൾ മനസ്സിൽ കോറിയിടുക. 1, അൻപ് നിറയുന്നത് നോമ്പാണ്. 2, വമ്പ് കുറയുന്നത് നോമ്പാണ്. 3, കൊമ്പ് മുറിയുന്നതും നോമ്പാണ്. അൻപ് കൊണ്ട് നിറയാൻ, വമ്പ് കുറയാൻ, കൊമ്പ് മുറിയാൻ ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.